ഇപ്പൊ ജോജോയും സുൻഹോയും കൂടെ എങ്ങനെയാ ബ്രേക്കപ്പ് ചെയ്യുന്ന കാണിക്കുന്നത്. സുൻഹോയ്ക്ക് നടന്ന ആക്സിഡന്റിന് ശേഷം ഇവളാണ് മൊത്തത്തിൽ പേടിച്ചവും ഇവള് കാരണം അവനെല്ലാം പറ്റുമെന്ന് അറിഞ്ഞ്, അതുകൊണ്ട് അവള് സ്കൂളിൽ വെച്ച് ഇവനോട് ഇവൾക്ക് പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യണമെന്നറിഞ്ഞ് ഇവനെ ബ്രേക്കപ്പ് ചെയ്യാൻ പോകുമ്പോൾ ഇത് കേട്ട് അവന് വിഷമിച്ചിട്ട് അതിനർത്ഥം നമ്മൾ തമ്മിൽ ഇന്നൊരു ബന്ധം കാണത്തില്ലെന്നാണോ ഇവൾ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ എങ്കിൽ പിന്നെ ഇവനെ ബ്രേക്കപ്പ് ചെയ്യാനുള്ള റീസൺ എന്തോന്ന് ചോദിക്കും. അങ്ങനെ അത് പറഞ്ഞാലേ എനിക്ക് മനസ്സിലാത്തോളെന്ന് ഇവന് ചോദിച്ചു നോക്കുമ്പോൾ അവൾ എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് അറിഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. അങ്ങനെ ഇനി തൊട്ട് ജോജോ സുൻഹയോട് സംസാരിക്കത്തില്ലെന്ന് അറിഞ്ഞാലും അവനാണ് വീണ്ടും വീണ്ടും ഇവളുടെ പുറകെ തന്നെ വന്നോണ്ടിരിക്കും. അപ്പോഴാണ് അവളും കുറച്ച് അപ്സെറ്റ് ആയിട്ട് ഇവൻ എന്തിനാ ഇവളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവനും ഞാൻ ഇവിടെ ഇരുന്ന് എന്തോ കുഴപ്പമെന്ന് പറഞ്ഞ് അവളോട് ചോദിക്കും. അങ്ങനെ എന്നെ ഇഷ്ടമല്ലെങ്കിൽ അതിനുള്ള റീസൺ എങ്കിലും പറഞ്ഞറിഞ്ഞ് അവൻ എല്ലാവരും ഫ്രണ്ട് വെച്ച് ശബ്ദം ഉണ്ടാക്കുമ്പോഴാണ് ഇത് കേട്ട് ചുറ്റിരിക്കുന്ന എല്ലാവരും കൂടെ ഇവർ തമ്മിൽ വഴക്കായെന്ന് പറഞ്ഞ് അവരെ കുറച്ച് സന്തോഷത്തിരിക്കും. അതേസമയം അവളാണ് ഇപ്പൊ എല്ലാവരും ഫ്രണ്ട് വെച്ച് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് ഇവനെ പോകാൻ പറയുമ്പോൾ അവനും ദേഷ്യത്തി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പോകാൻ പറഞ്ഞിട്ട് ഇവളുടെ ലവ് അലാറം സത്യത്തെ അടിക്കുന്നില്ല ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവന്റെ ഫോൺ പുറത്തേക്ക് എടുക്കും. അതിനെ ശിവളും കൂടെ ഓപ്പൺ ചെയ്യാൻ പറയുമ്പോഴാണ് അവളെങ്കിൽ പിന്നെ ഇവനെ വിശ്വസിച്ച് കാണിച്ചാല് ഇവളുടെ അടുത്ത് വരാതിരിക്കത്തുള്ളൂ എന്നറിഞ്ഞ് അവളുടെ ലവ് അലാറം ഓൺ ചെയ്യും. അപ്പോഴാണ് ഇവളുടെ ഫോണിൽ മാത്രം അലാറം അടിക്കത്തുള്ളൂ, അവന്റെ ഫോണിൽ ലവ് കാണിക്കത്തില്ല. കാരണം അവൾ പ്രൊട്ടക്ഷൻ ഓൺ ചെയ്ത് വെച്ചേക്കുക. അതുകൊണ്ട് ഇവനെ വിഷമിച്ചിട്ട് പെട്ടെന്ന് എങ്ങനെ എന്നോടുള്ള സ്നേഹം പോയെന്നറിഞ്ഞ് അവനും മൊത്തം തകർന്നു പോകും. അപ്പോഴാണ് അവളും ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഇനി നിന്നെ ഇഷ്ടമല്ലെന്നറിഞ്ഞ് അവൻ ദേഷ്യത്തെ അവോയ്ഡ് ചെയ്തിട്ടിരിക്കുമ്പോൾ ഇവ വീണ്ടും ഫോൺ ഇവളുടെ അടുത്തേക്ക് വെച്ചിട്ട് എങ്കിൽ പിന്നെ ഒന്നും കൂടെ എന്നെ സ്നേഹിക്കോ ജോജോ എന്നറിഞ്ഞ് അവൻ അടുത്ത് നിന്ന് കെഞ്ചും. അപ്പോഴാണ് ഇത് കണ്ടോണ്ടിരിക്കുന്ന അവന്റെ കൂട്ടുകാർ ഹെയ്യങ്ങും അവനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം പുറത്ത് വെച്ച് സുൻഹോൻ ദേഷ്യത്തി അവന്റെ അമ്മയായിരിക്കും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവളുടെ മനസ്സ് മാറ്റിയെന്ന് അവരോട് സംസാരിക്കാൻ പോകുമ്പോൾ ഹെയ്യങ്ങായിരിക്കും അവനെ തടഞ്ഞു നിർത്തി അവനെ സമാധാനപ്പെടുത്തുന്നത്. കാരണം ഇനി ഒരു പക്ഷേ ഇവന്റെ അമ്മ എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവനിപ്പോ അമ്മയായിട്ട് വഴക്കുണ്ടാക്കിയ അത് അവൾക്ക് പ്രശ്നങ്ങൾ കൂടത്തേ ഉള്ളു. എന്നിട്ട് ഇവിടെ ജോജോ ആണ് അവളും കരഞ്ഞോണ്ട് അവളുടെ അമ്മൂമ്മയെ കാണാൻ വേണ്ടി ചെല്ലും. അങ്ങനെ ഇവളുടെ അമ്മൂമ്മ ആശുപത്രി വയ്യായിരിക്കുക. അതുകൊണ്ട് അവരുടെ കൈയും പിടിച്ചോണ്ട് ഇനി എനിക്ക് നിങ്ങൾ മാത്രമല്ല അമ്മൂമ്മയെന്ന് പറഞ്ഞ് അവളെ വിട്ടിട്ട് പോകലെന്ന് പറയും. അങ്ങനെ അതിനുശേഷം സ്കൂളിൽ വെച്ച് ഇവള് സുൻഹോയെ കണ്ടുമുട്ടിയാലും അവളാണ് അവൻ അവോയ്ഡ് ചെയ്യും. അതുകൊണ്ട് അവനും മൊത്തം സങ്കടത്തി പുറത്തേക്കൊക്കെ ഇരുന്ന് ഇവളെ കുറിച്ച് തന്നെ ഫുൾ ടൈം ആലോചിച്ചോണ്ടിരിക്കും. കാരണം അവനൊരു പിടിയില്ല എന്തുകൊണ്ട് ഇവള് പെട്ടെന്ന് ബ്രേക്കപ്പ് ചെയ്തെന്ന്. അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കടന്നു പോകുമ്പോഴാണ് പെട്ടെന്ന് ഒരു ദിവസം സുൻഹോയും ഇവരാദ്യം കിസ് ചെയ്ത സ്ഥലത്തേക്ക് അവളെ വിളിച്ചു വരുത്തും. അപ്പോഴാണ് അവളും ഇത് അവസാനത്തെ പ്രാവശ്യം ഇവനെ കാണാൻ വേണ്ടി വന്നെന്ന് പറഞ്ഞ് എന്തോ വിഷയം എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവനും പെട്ടെന്ന് ഇവളുടെ അടുത്ത് കിസ് ചെയ്യാൻ വേണ്ടി വന്നിട്ട് ഒരു പക്ഷേ കിസ് ചെയ്യാണ് നിനക്ക് എന്നോട് ഇഷ്ടം തിരിച്ചു വരുമെന്ന് പറഞ്ഞ് അവൻ എല്ലാ വഴിയും ട്രൈ ചെയ്ത് നോക്കും. പക്ഷെ അവളാണ് ഇവനെ കണ്ട് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുമ്പോഴാണ് അവന് വിഷമിച്ചിട്ട് ഞാൻ ഇത്ര അടുത്ത് വന്നിട്ടും നീ 1 സെന്റിമീറ്റർ പോലും അടുത്തേക്ക് വരത്തില്ലെന്ന് പറഞ്ഞ് അവന് മൊത്തം തകർന്നു പോയിട്ട് അവസാനം ഇവളോട് പറയും ഇവൾക്ക് മനസ്സാക്ഷിയില്ല എങ്കിൽ പിന്നെ അവൻ ഇനി ഇവളുടെ പുറകെ വരത്തില്ലെന്ന്. അങ്ങനെ പോകുന്നതിന് മുമ്പേ അവനും ഇവളുടെ ലവ് അലാറം മാപ്പ് ഓഫ് ചെയ്യാതിരിക്കാൻ പറയും. കാരണം ഇവന്റെ ഫീലിങ്സ് മാറുമ്പം അവളുടെ ഫോണിൽ ലവ് അലാറം അടിക്കാത്തയൊക്കെ അവൾ നല്ലോണം കണ്ടിരിക്കണം. അതുകൊണ്ട് അതും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ അവളുടെ മനസ്സിലുള്ള പേടി കാരണം അന്ന് അവൾ സുൻഹോയെ ബ്രേക്കപ്പ് ചെയ്ത്. പക്ഷെ ഇതുവരെ സുൻഹോയ്ക്കാണ് അവളോട് ഇഷ്ടം കുറഞ്ഞിട്ടില്ല. കാരണം ഇവൻ അടുത്തേക്ക് വരുമ്പോഴൊക്കെ അവളുടെ ലവ് അലാറം അടിക്കും. പക്ഷെ അവൻ അത് മാറ്റാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആ ഫ്ലാഷ് ബാക്കിന് ശേഷം ഇവിടെ രാവിലെ തന്നെ ഹെയ്യങ്ങും അവൾക്ക് ലൈബ്രറി സീറ്റ് പിടിച്ച് വെച്ചേക്കും. അതുകൊണ്ട് അവൾ വരാൻ വേണ്ടി ഇവന് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ വീട്ടിലാണ് ഇവളുടെ കസിൻ ഇവളുടെ പൈസ മൊത്തത്തിൽ അടിച്ചു മാറ്റി കൊണ്ടുപോകും. അതുകൊണ്ട് അവൾ മൊത്തത്തിൽ പേടിച്ചിട്ട് ഇവളുടെ കസിൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ അതേസമയം ATM ഇരുന്ന് ജോജോയുടെ അക്കൗണ്ടിലിരിക്കുന്ന എല്ലാ പൈസയും വേറൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ അതിനുശേഷം ജോജോ അവളെ കുറെ അന്വേഷിച്ചിട്ട് ഹാൻഡിയോടെ വന്ന് ഇവരുടെ മകള് ഇവളുടെ പൈസ എല്ലാം കട്ടെടുത്തുണ്ടോ എന്ന് പറയും. അപ്പോഴാണ് അവരൊന്നും മൈൻഡ് ചെയ്യാതെ എങ്കിൽ പിന്നെ അത് പോയി അവളോട് ചോദിക്കുന്ന പറഞ്ഞ് ഇവര് കെയർലെസ് ആയിട്ടിരിക്കുമ്പോൾ ജോജോയും ദേഷ്യത്തി അതൊക്കെ അവൾ കോളേജിൽ പഠിക്കാൻ വേണ്ടി ശേഖരിച്ച പൈസയാന്ന് പറയും. അങ്ങനെ മൊത്തത്തിൽ 3 ലക്ഷം ഉണ്ടായിരുന്നു പറഞ്ഞ് ഇവളുടെ കഷ്ടപ്പാടാന്ന് പറയുമ്പം അവരെങ്കിൽ പിന്നെ അത്രയും വിലപ്പെട്ട പൈസ നീ എന്തിനാ കെയർലെസ് ആയിട്ട് വെച്ചെന്ന് പറഞ്ഞ് ഇവളെ സുരക്ഷയായിട്ട് നോക്കാൻ പറഞ്ഞ് അവരവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം കസിന് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് ജോജോ ആണ് ദേഷ്യത്തി നിനക്ക് പൈസ ആണെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരെ എന്ന് അവളോട് ദേഷ്യപ്പെടും. അപ്പോഴാണ് കസിനും പിന്നെ ചോദിച്ചാൽ നിന്റെ 3 ലക്ഷം എനിക്ക് അങ്ങ് തന്നേനല്ല, നീ ഒന്നും പേടിക്കണ്ട, നിന്റെ പൈസ ഞാൻ തിരിച്ചു തന്നേക്കാം, അതിനൊരു സമയം എടുക്കുന്നേ ഉള്ളൂ. ഞാൻ ഈ പൈസയും കൊണ്ട് മറ്റേ ഫേമസ് ആയ ക്ലബിലേക്ക് പോകാൻ പോവാ, അവിടെ കുറെ ലവ് അലാറം അടുപ്പിക്കുന്നവരെ മാത്രമേ കയറ്റത്തുള്ളൂ, അതിനുവേണ്ടി ഞാൻ ഈ പൈസ കൊടുത്ത എന്നിട്ട് ഇവളും പറയുമ്പം ജോജോയും ദേഷ്യത്തി അതൊക്കെ ഫ്രോഡാന്ന് പറഞ്ഞ് ഇവൾ ഇപ്പോഴെങ്കിലും ഇവളുടെ ബുദ്ധി യൂസ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവളുടെ കസിനും ദേഷ്യത്തി എടി നീ എന്ത് വിചാരിച്ചാ നീ മാത്രമേ കഷ്ടപ്പെടുന്നുള്ളൂ, ഞാനിവിടെ ജീവിതത്തിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, ഞാൻ എത്ര ഓഡിഷന് പോയിട്ടുണ്ടെന്ന് അറിയാം ഒരു ഐഡിയൽ ആവാൻ വേണ്ടി, പക്ഷെ ഇതുവരെ എനിക്കൊരു ചാൻസ് പോലും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നീ എന്നെ അഡ്വൈസ് ചെയ്താൽ അത് നിന്റെ ജീവിതം നോക്കാം, നീ തന്നെ ഞങ്ങളുടെ വീട്ടിൽ ഓസിന് ജീവിച്ചുകൊണ്ടിരിക്കുക, നീയൊക്കെ എന്നെ അഡ്വൈസ് ചെയ്യണം എന്നിനെ കസിനും ദേഷ്യത്തി ഇവളുടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം അവിടെ നിന്ന് പുറത്തേക്ക് വരെ എറിയും. അപ്പോഴാണ് ജോജി ഇതുകൊണ്ട് തടയാൻ നോക്കിയാലും അവളുടെ കസിന് നിർത്താൻ പറ്റാത്തതുകൊണ്ട് അവള് പുറത്ത് നിന്ന് അതൊക്കെ എടുത്തു വെക്കാൻ വേണ്ടി പോകും. പക്ഷെ അപ്പോഴും അവള് മുകളിൽ നിന്ന് ഇവളുടെ സാധനങ്ങളൊക്കെ എടുത്തെറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാണ് അവിടേക്ക് ഓടിയിരുന്ന ഹെയ്യുങ്ങാണ് ഇവളെ പെട്ടെന്ന് സംരക്ഷിക്കും. അതിനുശേഷം അവനും ഇവളെ കൂടെ ചേർന്ന് സഹായിക്കുമ്പോഴാണ് അവൾ ഇപ്പൊ തന്നെ ഇവനോട് പോകാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവനും ഞാൻ എങ്ങനെ പോവാനാ, നീ ഇവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ കഷ്ടപ്പെടുമോ, ഒരേശം നീ എപ്പോഴും ഒറ്റയ്ക്കായതുകൊണ്ട് നിനക്കത് ഫീൽ ചെയ്ത് കാണത്തില്ല, പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും നീ ഇവിടെ ഒറ്റയ്ക്ക് വിഷമിച്ചുകൊണ്ടിരിക്കുവാന്ന്. എന്നിന്
അങ്ങനെ അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് അവളും അതങ്ങനെ ഇവന് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും അതിനിവളുടെ ഫേസ് തന്നെ കണ്ടാൽ പോരെന്ന് പറഞ്ഞ് അവളെ സൈക്കിളിൽ ഇരുത്തിച്ച് ഇവൻ അടുത്തുള്ള ഒരു നദി കാണാൻ വേണ്ടി വിളിച്ചോണ്ട് പോകും. അങ്ങനെ അതിനുശേഷം അവൻ ആ ബ്രിഡ്ജ് എത്തിയ ഉടനെ ഇവൾ ഇവിടെ നിന്ന് മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറയുമ്പോൾ അവൾ ഇവൻ അടുത്തുള്ളപ്പോൾ അവൾ അങ്ങനെ പറയുന്നത് ചോദിക്കും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ ഞാൻ കുറച്ച് ദൂരേക്ക് നിന്നോളെന്ന് പറഞ്ഞ് അവൻ അങ്ങോട്ടേക്ക് മാറി നിൽക്കുമ്പോൾ ഇവളെങ്കിൽ പിന്നെ ഞാൻ പറയുന്ന ഇപ്പൊ കേൾക്കാൻ ചോദിക്കും. അപ്പോഴാണ് അവനും എനിക്കൊന്നും കേൾക്കാൻ വയ്യെന്ന് ഇവളോട് ചുമ്മാ കള്ളം പറയും. അതിനുശേഷം അവള് വിഷമിച്ചോണ്ട് എനിക്ക് അച്ഛനമ്മയില്ല, ഞാൻ മൊത്തത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലായി പോയെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ എനിക്ക് ആന്റിയോടൊന്ന് ജീവിക്കാൻ വയ്യ അമ്മയെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ശബ്ദത്തിൽ നിലവിളിക്കുമ്പോഴാണ് ഇതെല്ലാം കേട്ട് അവനും കുറച്ച് അപ്സെറ്റ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം അവളാണ് ഹെയ്യങ്ങിനോട് ഇപ്പൊ ഇവന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ വേണ്ടി പറയുമ്പം അവനും പെട്ടെന്ന് ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ ജോജോ എന്ന് പറഞ്ഞ് അവളുടെ പേര് വിളിച്ചു പോകും. കാരണം അവന്റെ മനസ്സ് മൊത്തം ഇവളാന്ന ഇവളിപ്പോ മനസ്സിലാക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് അത് കണ്ട് ഇവളാണ് ഷോക്കായി നിൽക്കും. അങ്ങനെ അതിനുശേഷം അവനും തിരിച്ച് അവളെ വീട്ടിൽ കൊണ്ടാക്കുമ്പോഴാണ് ഇവൻ ഈ സമയത്ത് തിയേറ്ററിൽ പോയാൽ അത് അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞ് അവൻ ഓരോ കാര്യങ്ങളിൽ സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേട്ട അവളും ഇവൻ എന്തോ ഇവ പറയാൻ വരുന്നതെന്ന് പറഞ്ഞ് ഡയറക്റ്റായിട്ട് ചോദിക്കുമ്പോൾ അവനവൾ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തോ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുമായിരുന്നു പറയും. അതിനുശേഷം അവള് പോകുന്നതിന് മുമ്പേ ഇവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവൻ കുറെ ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞ് ഇവൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നതിന് അവനും താങ്ക്സ് പറയും. അങ്ങനെ അതും പറഞ്ഞിട്ട് അവൻ പോയതോടെ പെട്ടെന്ന് ഇവളും കടയിൽ വന്നിട്ട് ഇവൻ ഇഷ്ടപ്പെട്ട ഡ്രിങ്ക്സ് അവൾ ഓടിച്ചെന്ന് അവന് വാങ്ങിച്ചു കൊടുക്കും. അതിനുശേഷം അവളും ഇന്ന് ഇവള് പുറത്തേക്ക് വിളിച്ചതിന് താങ്ക്സ് എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. അതിനെ ശിവൻ താമസിച്ച് വീട്ടിലേക്ക് വരുന്നതൊക്കെ സുൻഹയും കുറച്ച് ദേഷ്യത്തിൽ കണ്ടോണ്ടിരിക്കും. കാരണം അവന് മനസ്സിലായി ഇവൻ ജോജയെ കാണാനാ പോയെന്ന്. അങ്ങനെ വീട്ടിൽ വന്ന ജോജയാണ് ഇന്ന് ഹെയ്യിങ് സംസാരിച്ചേ കേട്ടിട്ട് ഇവൾക്ക് അവനോട് നല്ല അഭിപ്രായം തോന്നും. അതുകൊണ്ട് ഇവൾ ഇപ്പോഴാണ് അവന്റെ കോണ്ടാക്ട് തന്നെ മൊബൈലിൽ സേവ് ചെയ്യുന്നത്. അതിനുശേഷം അടുത്ത ദിവസം രാവിലെ തന്നെ ഹെയ്യിങ് ഇവൾക്ക് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടേക്കും. അങ്ങനെ അതുകൊണ്ട് അവൾ സന്തോഷത്തിൽ അവന് തിരിച്ച് മെസ്സേജ് ഇടുമ്പോഴാണ് അതേസമയം അവൻ കിച്ചണിൽ അവന്റെ അമ്മയോട് ജോലി ചെയ്യുന്ന സമയത്ത് സുൻഹു ആയിരിക്കും ഈ മെസ്സേജ് കാണുന്നത്. അതുകൊണ്ട് അവനും കുറച്ച് അപ്സെറ്റായി എനിക്ക് വിശപ്പില്ലെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അതിനെ ശിവളും ഇവിടെ ആന്റിയോട് ഫുഡ് കഴിക്കുമ്പോഴാണ് ഇനി തൊട്ട് ഇവളുടെ കസിന് മാസം തോറും പൈസ തരുമെന്ന് അവൾ ആ കാര്യം പറയും. അതുകൊണ്ട് അവളാണ് ഷോക്കായിട്ട് ഞാൻ ഇതിനായിട്ട് തരുന്നത്, ഞാൻ നിനക്ക് പൈസ തരാന്ന് പറഞ്ഞേ ഉള്ളു, അതിപ്പോ തൊട്ട് തരാന്നൊന്നും പറഞ്ഞില്ല എന്നിന് അവളും പേടിക്കുമ്പോൾ ജോജയും അതിന്റെ കൂടെ തന്നെ എനിക്ക് വരെ നീ സൂപ്പർ മാർക്കറ്റ് നോക്കിക്കോന്ന് പറഞ്ഞ് ഇവള് വെഡിങ് അറേഞ്ച്മെന്റ് പോകുമ്പോൾ ആ സമയത്ത് ഇവളെ നോക്കാൻ പറയും. അങ്ങനെ ആ പൈസയൊക്കെ കുറച്ചോളം എന്ന് പറയുമ്പോൾ ഇത് കേട്ട് അവളുടെ കസിനും അവളുടെ അമ്മയെ സപ്പോർട്ടിന് വിളിക്കും. അപ്പോഴാണ് അവളുടെ അമ്മയും മര്യാദയ്ക്ക് ജോജ പറഞ്ഞ് കേട്ടെന്ന് പറഞ്ഞ് ആദ്യമായിട്ട് ജോജയെ സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് അവള് വിശപ്പില്ലെന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവിടെ ഹെയ്യങ്ങിന്റെ അമ്മയും അവന് പുതിയ ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി വിളിച്ചോണ്ട് പോകുമ്പോഴാണ് അവനാണ് സുൻഹോയുടെ വീട്ടിൽ തന്നെ നമ്മൾ കുറെ താമസിച്ച് അതുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് പുറത്തേക്ക് താമസിക്കാന്ന് ഇവന്റെ അമ്മയെ വിളിക്കും. അപ്പോഴാണ് അവരും ഇവനെ താമസിക്കാൻ താല്പര്യമുണ്ട്, ഇവൻ ഇവിടെ നിന്ന് പോയിക്കോളാൻ പറയും. പക്ഷെ അവർ കൂടെ വന്നത് മോശമെന്ന് പറയുമ്പോൾ ഇത് കേട്ട് അവനെ വിഷമിച്ചിട്ട് അമ്മ വന്നില്ല പിന്നെ അമ്മ ഒറ്റയ്ക്കാത്തില്ലെന്ന് പറഞ്ഞ് ഇവനെ കുറെ വിളിച്ചു വെക്കും. പക്ഷെ അവന്റെ അമ്മയാണ് അവരൊറ്റയ്ക്കാന്ന് പറഞ്ഞ് പേടിക്കണ്ടെന്ന് പറഞ്ഞ് ഇവനെ ധൈര്യത്തിൽ ഇവിടെ നിന്ന് പോയിക്കോളാൻ പറയും. അതിനുശേഷം അന്ന് രാത്രി ജോർജിയും വർക്ക് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ലവ് അലാറം ആപ്പിൽ നിന്ന് ഇൻവിറ്റേഷൻ വന്നാണ്. അവരുടെ ലവ് അലാറം 2.0 ആപ്പ് റിലീസ് ചെയ്യുന്നുണ്ട്, ഇവൾ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് വരണമെന്ന് പറഞ്ഞ്. അതിനുശേഷം അവളും ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഇവിടെ ഹെയ്യും ഇവൾക്ക് വേണ്ടി ബസ് സ്റ്റോപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവനും ഞാൻ ബൂസാനിലേക്ക് പോകുമെന്ന് പറഞ്ഞ് അവനോട് താമസിക്കാൻ പോകുന്ന കാര്യം പറയുമ്പോൾ ഇവൾ ഇനി തൊട്ട് ആരെയും ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറയും. അതുകൊണ്ട് അവളെ മറന്നിട്ട് ഇവനെ സന്തോഷമായിട്ട് ജീവിക്കാൻ പറയുമ്പോൾ പെട്ടെന്ന് അവനാണ് ഇവളോട് ജോജോ എനിക്ക് നിന്നെ ഇഷ്ടമായതുകൊണ്ട് നീ എന്നെ തിരിച്ച് സ്നേഹിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല, എന്റെ ഇഷ്ടം നീ മനസ്സിലാക്കണം, അതിനുവേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്നിന് അവനും പറയുമ്പോഴാണ് ഇതേ സമയം സുൻഹോന്റെ ഗേൾഫ്രണ്ടായിട്ട് ഡേറ്റിന് വന്നേക്കുമ്പോഴാണ് അവന് ഹെയ്യിങ് ഇപ്പോ ജോജോയുടെ പുറകെ പോകുന്നുണ്ട്, അവൻ ഇനി ഇവിടെ താമസിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് നമുക്ക് അമേരിക്കയിൽ പോയാലെന്ന് പറഞ്ഞ് അവന്റെ ഗേൾഫ്രണ്ടിനോട് ചോദിക്കും. അപ്പോഴാണ് അവളൊരു ഷോക്കായിട്ട് അപ്പൊ ലവ് അലാറം 2.0 ഇനോഗ്രേഷൻ വരുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ അവനെ താല്പര്യമില്ലെന്ന് പറഞ്ഞ് ഇവളെ വിദേശത്ത് വരാൻ പറയും. അപ്പോഴാണ് അവളും ഇവന്റെ ഇഷ്ടം അവളുടെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അവന് വേണ്ടി അവളുടെ മനസ്സ് മാറ്റും. അതേസമയം വീട്ടിലേക്ക് വന്ന ജോജോയാണ് കുറച്ച് സമയം മുമ്പ് ഹെയ്യും പറഞ്ഞ കാലേജ് വെക്കും. അതായത് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അവന്റെ ലവ് അലാറം ആപ്പ് ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞാണ്. പക്ഷെ അന്ന് ഡിലീറ്റ് ചെയ്തുകൊണ്ട് ഇവ സ്നേഹിക്കുന്ന കാര്യം ഇവൾ മറന്നുപോയെന്ന് പറഞ്ഞ് അവൻ ഇനി തൊട്ട് ലവ് അലാറം വീട് ഇൻസ്റ്റാൾ ചെയ്ത് ഇവന്റെ ഇഷ്ടമൊക്കെ ഇവൾക്ക് മനസ്സിലാക്കി കൊടുക്കുമെന്ന് പറയും. അങ്ങനെ അതൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് ഇവളും പക്ഷെ ഇവളെ കൊണ്ട് അവന്റെ ലവ് അലാറം അടുപ്പിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് കുറച്ച് സങ്കടത്തിരിക്കും. കാരണം ഇവള് പ്രൊട്ടക്ഷൻ ഓൺ ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് ജോജോയുടെ കസിനും ലൈവ് സ്ട്രീമിൽ വെച്ച് അവള് വിഷമിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും ഇവള് ജോജോയുടെ അടിച്ചു മാറ്റിയ പൈസയെല്ലാം മൊത്തത്തിൽ നഷ്ടത്തിലായി പോയെന്ന്. കാരണം സത്യത്തിൽ ഇവളെ ലവ് അലാറം ക്ലബ്ബിൽ ചേരാൻ വേണ്ടി ഒരുത്തിന് കൊടുത്ത പൈസയെല്ലാം വെറും തട്ടിപ്പായിരുന്നു. അങ്ങനെ ഇപ്പൊ അവൻ വിളിച്ചാൽ പോലും ഇവളുടെ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ അതും പറഞ്ഞ് ഇവള് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവളുടെ ലൈവ് ഇപ്പൊ ആകെ ഒരേ ഒരാളെ കാണത്തുള്ളൂ. അങ്ങനെ ആ ഒരു അക്കൗണ്ടിൽ നിന്ന് ഇവൾക്ക് കണക്കില്ലാത്ത പൈസ ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കും. അതേസമയം ജോജോയും സൂപ്പർ മാർക്കറ്റ്
മാർക്കറ്റ് വർക്ക് ചെയ്തോണ്ട്. അപ്പൊ ഇതിനുമ്പ് ഹെയ്യുങ്ങിന്റെ ലവ് അലാറം ഓഫാണ്. അപ്പൊ സുൻഹോ അന്നോട്ട് ഇന്ന് വരെ എന്നെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ് ഇവളെ മൊത്തത്തിൽ അപ്സെറ്റ് ആയിരിക്കും. അപ്പോഴാണ് ഹെയ്യുങ്ങൾക്ക് മെസ്സേജ് അയച്ച് നാളെ വൈകിട്ട് 4 മണിക്ക് അവനെ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് കാണാൻ വേണ്ടി പറഞ്ഞേക്കും. അതിനുശേഷം അടുത്ത ദിവസം ഹെയ്യുങ് താമസം മാറാൻ പോവാന്ന് പറഞ്ഞ് സുൻഹോ അറിയാൻ വരുമ്പോഴാണ് അവന് തേടി ഷോക്കാവും. കാരണം ഇവൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അങ്ങനെ അവന് നേരെ ജോജോ ജോലി എന്ന സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുമ്പോഴാണ് അതേസമയം ഹെയ്യുങ്ങും വൈകിട്ട് 4:30 വരെ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് ഇവൻ പറഞ്ഞ പോലെ തന്നെ അവൾ ഇവനെ കാണാൻ വേണ്ടി വന്നേക്കും. അതേസമയം സുൻഹോ സൂപ്പർ മാർക്കറ്റ് നോക്കുമ്പോൾ അവിടെ ഇപ്പൊ ക്ലോസ്ഡ് ആയിരിക്കും. കാരണം ഇവൾ അവനെ കാണാൻ വേണ്ടിയാണ് കട ക്ലോസ് ചെയ്തിട്ട് വന്നത്. അതിനുശേഷം അവളും ഹെയ്യിനെ ദൂരേക്ക് തന്നെ നിൽക്കാൻ പറഞ്ഞിട്ട് അവൾ ഇനിയിപ്പോ ലവ് അലാറം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ തന്നെ ഇവന്റെ ഫോണിൽ അലാറം അടിക്കത്തില്ലെന്ന് പറയും. കൂടാതെ സുൻഹോ ആയിട്ട് ബ്രേക്കപ്പ് ചെയ്യാനുള്ള കാരണം അവൾ തന്നെയാന്ന് പറഞ്ഞിട്ട് ഇവൾ സുൻഹോയെ പ്രേമിച്ച പോലെ ഇനി ഒരിക്കലും ആരും പ്രേമിക്കാൻ പോകുന്നില്ലെന്ന് പറയും. അതുകൊണ്ട് ഇവനൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞു ചോദിക്കുമ്പോൾ ഇത് കേട്ട് അവനും എനിക്ക് അതൊന്നും കുഴപ്പമില്ല, നീയായിട്ടിരിക്കുന്ന എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞ് ഒരേ ശിവനെ റിജക്ട് ചെയ്യുകയാണെങ്കിൽ പോലും അവൻ തന്നെ അവനെ റിജക്ട് ചെയ്യുന്ന പറയും. കാരണം ഇവൾക്ക് എന്താണ് ഇഷ്ടം അതേ അവൻ ചെയ്യത്തുള്ളൂ എന്ന് പറയും. അങ്ങനെ രണ്ടുപേരും ഒരേ കാര്യം ചെയ്യുന്ന എനിക്ക് റൊമാൻസ് ആയിട്ടാണ് തോന്നിയെന്ന് ഇവനും പറഞ്ഞിട്ട് അവന്റെ ലവ് അലാറം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ഇവനെ സമ്മതം കൊടുക്കുമ്പോൾ അവൻ പെട്ടെന്ന് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇവളുടെ അടുത്തേക്ക് വരും. അപ്പോഴാണ് ഇവളുടെ ഫോണിൽ ലവ് അലാറം അടിച്ച ഉടനെ അത് കണ്ട് അവന് സന്തോഷപ്പെടും. അതുകൊണ്ട് അവനും പെട്ടെന്ന് സൈക്കിളിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഞാൻ ഇത് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആക്കാന്ന് പറഞ്ഞ് ഇവൻ വീണ്ടും ഇവളെ ചുറ്റിക്കറങ്ങി ഇവന്റെ ലവ് അലാറം അടിപ്പിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അത് കണ്ട് അവൾ സന്തോഷപ്പെടുന്നത്. അങ്ങനെ ഒരാളുടെ ലവ് അലാറം എത്ര പേര് അടിപ്പിച്ചാലും ഒരാൾ അടുപ്പിക്കുന്ന ഫീലിംഗ് തന്നെ നമുക്ക് ഏറ്റവും വലുതാന്ന് പറഞ്ഞ് അവളത് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഈ ഒരു സീനോടെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നത്. ഇതിനുശേഷം എന്തൊക്കെ സമയം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടറിയാം.